ആവറേജ് ഉള്ളൂ. എങ്ങനെ 100 കോടി അടിക്കില്ല അതില്. അടിക്കില്ല. എങ്ങനെയാണ് 500 കോടി ക്ലബിൽ കയറോ? ചെറുപ്പതാണ്. എങ്ങനെയുണ്ടായിരുന്നു? അതെ. മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കണം. നമ്മുടെ നിങ്ങൾ താരങ്ങളാണ് 18 വർഷത്തിന് ശേഷം അങ്ങനത്തെ ഒരു മൊമെന്റ്സുള്ള പടമല്ല. സ്റ്റോറി ബേസില് അങ്ങനെ ഒരു കുറെ ആൾക്കാരുള്ള അങ്ങനെ ഒരു ഷോള്ള പടമല്ല. മഹേഷ് നാടന്റെ ഡയറക്ഷൻ ഒക്കെ സ്റ്റോറി ബേസില് അടിപൊളിയാണ്. നമുക്ക് കാണാൻ പറ്റിയ അതിനുള്ള ഒരു സംഭവം അതിൽ കിട്ടി. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? മഹേഷ് നാരായണന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഫാമിലി എല്ലാരും അടിപൊളിയായിരുന്നു. നയൻതാരയുടെ ഒക്കെ റോൾ എങ്ങനെ അടിപൊളിയായിരുന്നു. ഫഹദൊക്കെ അതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? പടം സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ എങ്ങനെയുണ്ടായിരുന്നു? 500 കോടി ക്ലബിൽ കയറുമോ? മമ്മൂട്ടി മോഹൻലാൽ ഒരു 18 വർഷത്തിന് ശേഷമാണല്ലോ. എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ ആയിരുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആവറേജ് ഉള്ളൂ. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയുടെ കോമ്പിനേഷൻ ഒക്കെ ഫസ്റ്റ് ഹാഫ് രസം. ഫൈറ്റ് സീൻ ഒക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷൻ ആയിരുന്നു മഹേഷ് നാരായണന്റെ മേക്കിംഗ് ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ. മോഹൻലാലും മമ്മൂട്ടി തമ്മിൽ കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. നല്ല ഇന്റർവെൽ പഞ്ചൊക്കെ സൂപ്പർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് മോഹൻലാൽ ഒരു ഇമ്പാക്ട് ഇല്ലാണ്ടായി പോയി. മമ്മൂക്കാട് 433ാമത്തെ സിനിമയാണ് ഇത്. അതെങ്ങനെ 100 കോടി അടിക്കില്ല അതില്. അടിക്കില്ല. പോരാ പടം പോരാ. അപ്പൊ സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? മഹേഷ് നാരായണന്റെ ഡയറക്ഷൻ ഒക്കെ അല്ലേ? പിടിച്ചെടുക്കണില്ല. പിന്നെ ഒരു ഹൈ മൊമെന്റ്സ് ഉണ്ടായില്ല. ഫാൻ ഷോ ഞങ്ങൾ കണ്ടത്. സെക്കൻഡ് പടം കഴിഞ്ഞിട്ട് ആരും കൈയടിക്കുകയും ചെയ്തു. നമുക്കൊന്ന് കൈയടിക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. ഒരു ഇന്റർവെല്ലിന്റെ ആ സമയത്ത് മാത്രം കുറച്ച് ഒരു ഇത് വന്നത്. പിന്നെ ഒന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു പടം കണ്ടത് തന്നെ. പോയി. നമ്മളൊന്നുകൂടി സ്ക്രിപ്റ്റ് പ്രതീക്ഷിച്ചാണ്. അറ്റ്ലീസ്റ്റ് ഒരു സീറ്റ് എഡ്ജ് ആവുമെന്ന് വിചാരിച്ചു. നമുക്ക് ഇത് എന്തായാലും ട്വിസ്റ്റോ കാര്യങ്ങളോ ഇന്റർവെല്ലില് സസ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒട്ടും ഒരു ത്രില്ലിംഗ് ആയില്ല.